ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ പ്ലീസ്? ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത്, നമ്മുടെ ഗ്രാമപ്രദേശത്ത് മീൻപിടുത്ത കാഴ്ചകളും വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ ഇവിടെ മഴ പെയ്തിട്ട് എല്ലായിടും വെള്ളത്തിന്റെ അടിയിലാണ്. അപ്പൊ ഇവിടുത്തെ അവസ്ഥയും കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. വെള്ളപ്പൊക്ക സമയത്തെ അടാറ് പെടാറ് വ്യൂ ഒക്കെയാണ്. പിന്നെ മഴക്കാല ഇടികൾ കാണാം, ഭാഗ്യം ഉണ്ടെങ്കിൽ മഴക്കാലം മീൻപിടുത്തം കാണാൻ. പ്രത്യേകിച്ച് അതല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. പിന്നെ അപ്പൊ നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോവാണ്. നമ്മുടെ കായൽ സൈഡിലേക്കൊക്കെ പോവാം. അവിടെ ഒരുപാട് വീശുകാരുണ്ട്, വെള്ളം ഒരുപാട് കവിഞ്ഞൊഴുകുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് എന്താണെന്നൊക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. ഇതിലെ കൂടെ വന്നപ്പോഴാണ് അപ്പുറത്തെ റോഡിൽ നിറയെ ആൾക്കാർ ഇന്ന് മീൻ പിടിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാ, നേരെ പാലം കയറി ഇങ്ങോട്ട് അങ്ങ് വന്നു. ഇവിടെ വന്നപ്പോഴാ ഭയങ്കര ചെളി കേട്ടാ. സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് മീൻ പിടിക്കുന്നവരെ കാണാറുണ്ട്. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും. പുറത്ത് നിന്നുള്ളവരും കാണും, ഇവിടെ ഉള്ളവരും കാണും. പക്ഷെ ഇപ്പൊ ആരെയും കാണുന്നില്ല കേട്ടോ. ഇവിടെ മൊത്തം ചെളിയുമാണ്, കൂടാതെ മഴയായോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നിറയെ വെള്ളമുണ്ട്, പക്ഷെ ഇവിടെ പാടമുണ്ട്, കണ്ടം. അപ്പൊ കൃഷിയൊന്നും ഇറക്കിയിട്ടില്ല. അവിടെയാണ് ഇഷ്ടം പോലെ പേര് ഇന്ന് മീൻ പിടിക്കുന്നത്. എന്തായാലും അവരുടെ അടുത്തോട്ട് ഞങ്ങള് പോവുകയാണ് കേട്ടോ. വേണ്ട, നീർക്കാക്കയുണ്ട്, നിറയെ വെള്ളമുണ്ട്, മീൻ കൊത്തി പറന്നുകൊണ്ടിരിക്കുവാണ്. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടാ. കേട്ടാ, ഇത് മോട്ടർ നിറയാണെന്ന് തോന്നുന്നു കേട്ടാ. കൃഷിക്ക് ആവശ്യമായ വെള്ളം കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ ഇതിലെ കൂടെ ആണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു പേടിയുണ്ടായിരുന്നു, തെന്നി അങ്ങനെ വീഴുവന്ന്. നിറയെ ചെളിയാണ്. നമ്മളിവിടെ എത്തി. ഇനി നമ്മള് മീൻ പിടിക്കുന്ന അടുത്തേക്ക് പോവുകയാണ് കേട്ടാ. മഴയത്ത് മീൻപിടുത്തം കാണാനും മീൻ പിടിക്കാനൊക്കെ ഒരു പ്രത്യേക രസമാണ് അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയാൽ തന്നെ എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങും. പല രീതിയിലുള്ള മീൻപിടുത്തമാണ്. അങ്ങനെ തസ്മീറിന് പരിചയമുള്ള ഒരാളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി കേട്ടോ. പുള്ളി ഒരു ഇഷ്ടം പോലെ മീനുണ്ട്. ഞാൻ ചോദിച്ചു, മീനൊക്കെ ഭയങ്കരമായിട്ട് ചാടുന്നുള്ള, ഇനി പിടിക്കുന്നില്ലെന്ന്. അപ്പൊ പറയാം, മീൻ പിടിച്ച് കുഴഞ്ഞത്. എന്തായാലും ഒരു വരാലേ കിട്ടിയുള്ളൂ കേട്ടോ. എന്നിട്ട് അവരെന്തായാലും നിർത്തി പോയിട്ട് റോഡിലിട്ട് വിൽക്കുന്നുണ്ട് മീൻ. അടുത്തളതാ വീശിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരുപാട് മീൻപിടുത്തക്കാരുണ്ട്, ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ. കണ്ട, ചാക്കുമായിട്ടാ നടക്കുന്നവര്. വിക്കറുടെ ബക്കറ്റൊക്കെ നിറഞ്ഞു. ബക്കറ്റുമായിട്ടും ഉണ്ട്, ചാക്കുമായിട്ടും ഉണ്ട് കേട്ടാ. ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് കൊതി വരുവാണ്. ഇത് കണ്ടാ, മീൻ കിടന്ന് വെട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ മീനാണ്. ഇത് കണ്ടിട്ട് നിങ്ങക്ക് കൊതി വരുന്നില്ലേ? നമുക്ക് മീനൊക്കെ പിടിക്കുന്ന ഒരു ഹരമല്ലേ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ പിടിക്കുന്നത് ഇഷ്ടമാണ്, മീൻ പിടിക്കുന്നത് കാണാനും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ലേ കേട്ടാ. എല്ലാവർക്കും ഇഷ്ടം പോലെ മീൻ കിട്ടിയേക്കുവാണ് കേട്ടോ. ഇനിയിപ്പൊ മഴ തീരുന്നവരെ ഇവിടെ ഈ മീൻപിടുത്തം മാത്രമേ കാണത്തുള്ളൂ. സമയം പോകുന്ന അറിയത്തില്ല. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുട്ടനാടൊക്കെ ഇവിടെ ഉള്ളവർക്ക് വഴക്കൊന്നും ഇല്ല കേട്ടോ. സാധാരണ ആൾക്കാരെ പോലെ കാരണം വഴക്കിടാൻ സമയമില്ല. രാവിലെ ആകുമ്പോ ഇവിടെ ഉള്ള വീടിന്റെ ഒക്കെ വാതിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുന്ന കാണാം. വൈകുന്നേരം വരെ ആ ഒരു നിപ്പ് നിൽക്കും. സമയം പോകുന്ന അറിയത്തില്ല. അവർക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല. അവനവന് ആവശ്യമായ മീൻ അവിടുന്ന് പിടിക്കുകയും ചെയ്യും. അതൊരു ടൈം പാസുമാണ്. എന്തായാലും ആ ഒരു ഐഡിയ കൊള്ളാം. അടുത്ത വീശിയൊക്കെ എടുത്തേക്കുവാണ്. ഇതിന്റെ അകത്ത് ഒരുപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും കേട്ടാ, തിലോപ്പിയൊക്കെയാണ് കൂടുതലും കേട്ടാ. പിന്നെ വല വീശുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ചപ്പൊക്കെ കയറുമ്പോ കുറച്ച് പാടാണ്. വല കീറാനും സാധ്യതയുണ്ട്. പിന്നെ അത് കുടഞ്ഞെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ലേ. ചിലർക്ക് ഇതൊരു ഹോബിയാണ് കേട്ടാ. ഓ, കിടക്കുന്ന കണ്ടാ. ഇതൊക്കെ പറ്റിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല മാങ്ങായും നല്ല കുടംപുളിയൊക്കെ ഇട്ട് പറ്റിക്കാൻ പറ്റിയ മീനാണ്. ഇറഞ്ചി ഇങ്ങനെ കേറുവാണ്.
അയ്യോ, ഇത് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ. ഇപ്പൊ പുതിയതായിട്ട് ഹൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് ചെയ്യുന്നവർക്ക് ഹൈപ്പ് എന്ന് കാണിക്കും. അപ്പൊ നിങ്ങൾ ഹൈപ്പ് കാണുവാണ് അതി പിടിച്ച് ഞെക്കണം കേട്ടോ. അപ്പൊ പോയിന്റ് കാണും, ആ പോയിന്റിലും കൂടെ ഞെക്കിയേക്കണം. എനിക്ക് മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കയറത്തുള്ളൂ. റീച്ച് മീൻസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യത്തുള്ളല്ലോ. നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അതൊരു ഹൈപ്പും കൂടെ ആണ്. എന്തായാലും ആ ഒരു ബട്ടണിൽ നിങ്ങൾ ഞെക്കണം കേട്ടാ. അടുത്തൊരാൾ ഇവിടെ വീശിക്കൊണ്ടിരിക്കുവാണ്. ചുറ്റിനും വീശുകാരുടെ ബഹളമാട്ടോ. ഇതിന്റെ അകത്ത് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോ ഭാഗ്യമുണ്ട് നിറയെ മീനായിരിക്കും. എന്തായാലും ചാടിക്കൊണ്ടിരിക്കുവാണ് മീന് കേട്ടാ. ഇതുപോലെ മീൻ ഇങ്ങനെ ചാടുന്ന ഇത്രയും ഒരു ഇത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അത്രക്ക് മീനാണ് ഇവിടെ. ഇപ്പൊ മഴ വെള്ളം വരുമ്പോ കേറി വരുന്ന മീനുകളാണ് കേട്ടോ. സാധാരണ കൃഷി ഇറക്കുമ്പോഴത്തേക്ക് കണ്ടം പറ്റിക്കുമല്ലോ. അപ്പൊ ഇഷ്ടം പോലെ മീൻ കിട്ടും എല്ലാവർക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചപ്പ് കിട്ടും. വേണ്ട, അതിനകത്ത് മൊത്തം ചപ്പാണ്. വേണ്ട, മീനുണ്ട്. സിലോപ്പിയാണ് ഇതിലും. സിലോപ്പി കിടക്കും. ഒരുപാട് വലിപ്പമൊന്നും ഇല്ല. ഇവിടുത്തെ 2 കിലോ വലിപ്പമുള്ള സിലോപ്പിയില് ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്തോട്ട് മൊത്തം എല്ലാവർക്കും കിട്ടി. സ്ലിംഗ് ഷോട്ട് വഴിയും വീശിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പിടിക്കുന്നുണ്ടായിരുന്നു ചൂണ്ടയിലൊക്കെ. വലിപ്പമുള്ള സിലോപ്പിയൊക്കെ കിട്ടാനേ ഭയങ്കര പാടാണ്. വല്ലപ്പോഴൊക്കെ കിട്ടുന്നതാണ്. ഇതുണ്ട്, എന്ത് പാടുപെട്ടിട്ടാണ് അങ്ങോട്ട് പോയെന്നറിയാമോ. ചെള്ളയിൽ തെന്നി വീഴുവോന്നായിരുന്നു പേടി. ആദ്യം തസ്മീർ പോയിട്ട് പതുക്കെയാണ് പിന്നെ ഞാൻ പോയത് കേട്ടാ. പിന്നെ തിരിച്ചു വരാൻ പെടാപ്പാടാണ് നിങ്ങൾ കാണുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ തെന്നി വീഴാതെ ചെള്ളയൊന്നും പറ്റാതെ റോഡിലെത്താം. അയ്യോ, എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ചേട്ടന്റെ കട. എന്ത് തന്നെയാണല്ലോ, അത് കഴിഞ്ഞ് നമ്മള് ഇച്ചിരി വന്നാ മതി. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. നമ്മള് പുന്നമടക്കായന്റെ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്റെ കടയിൽ കയറി ചായയും കടിയൊന്നും കഴിക്കാതെ പോകത്തില്ല. അടിപൊളി ബൂസ്റ്റ് ടീ ഒക്കെ ഇവിടെ കിട്ടും. വേണ്ട, സാധാരണ വറുത്ത എണ്ണയിലൊന്നും അല്ല ഇവിടെ വറുക്കുന്ന, ഫ്രഷ് എണ്ണയിൽ തന്നെയാണ്. കൂടാതെ വറുക്കുന്ന സാധനം അപ്പൊ തന്നെ തീരും. പിന്നെ വെച്ചേക്കത്തൊന്നും ഇല്ല കേട്ടോ. അത്രയ്ക്ക് ആൾക്കാർ വന്ന് കഴിക്കും. നല്ല നല്ല ടേസ്റ്റുള്ള 4 മണി കടിപ്പലഹാരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ ലേക്ക് പാലസ് റിസോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആലപ്പുഴ പുന്നമടക്കായലിന്റെ അടുത്തോട്ട് പോകുമ്പോ. അതിന്റെ ആ റോഡാണ്. ഇതിലെ വരുമ്പോഴത്തേക്ക് ഇത് കാണാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ ഇതിലെ വരുവാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ട് പോകണം കേട്ടോ. അടിപൊളിയാണ്. എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇവിടുന്ന് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ അറിഞ്ഞവരും വരും. പിന്നെ ഇതിലെ കൂടെ പോകുന്നവരെല്ലാം ഇവിടുന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഹൗസ് ബോട്ടിൽ പോകാൻ ഒരുപാട് ആൾക്കാർ വരും. കൂടാതെ മീൻ പിടിക്കാനൊക്കെ വരുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ലേക്ക് പാലസ് റിസോർട്ട് ഫേമസ് ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. അവിടെ വരുന്നവരും കാണും. പിന്നെ ചിലവര് മീൻ പിടിക്കാല്ലാതെ ഇതുപോലെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ വരും. ഇങ്ങനെ നമ്മൾ പുന്നമടക്കായലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കാൻ നിൽക്കും കേട്ടോ. പുറത്തുനിന്ന് വരുന്നവരും കാണും. ഇവിടെയുള്ള ചേച്ചിമാര്, അമ്മച്ചിമാര്, അപ്പൂപ്പന്മാരൊക്കെ അവർ പിടിക്കുന്ന കരിമീനൊക്കെ ഒന്ന് കാണണം. നമ്മള് കിട്ടിങ്ങിപ്പോകും. മിക്കവരും പുറത്തൊന്നും മീൻ മേടിക്കത്തില്ല. വല്ലപ്പോഴേ കടൽ മീനെ മേടിക്കത്തുള്ളൂ. ഇവര് തന്നെ പിടിക്കുന്ന മീനുകളാണ് കൂടുതൽ ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ. വേണ്ട, ഹൗസ് ബോട്ടിന് സീസൺ ഓഫ് സീസൺ ഒന്നും ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ സീസൺ ടൈം ആയിരുന്നു. ഓഫ് സീസണില് മഴ സമയത്ത് ഇതുപോലെ കെട്ടിയിട്ടേക്കും. അപ്പൊ അതല്ല, അപ്പൊ മഴയത്തെ ആൾക്കാർ ഹൗസ് ബോട്ടിൽ കറങ്ങാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ഊഴമാണ്. നമുക്ക് ചൂണ്ടയിട്ട് മീനെ പിടിക്കണ്ടേ. മഴയത്തൊക്കെ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ഒരു പ്രത്യേക ഹരവാണ് കേട്ടാ. അല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത് കേട്ടാ, മഴ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിപ്പുണ്ട്. കായലില് നല്ലോണം വെള്ളമുണ്ട്. അപ്പം ആ സമയത്തൊക്കെ മീൻ കിട്ടാനും പാടാണ്. എങ്കിലും കുറെ ആൾക്കാർ മീൻ പിടിക്കാറുണ്ട്. അവിടെ നിൽക്കുന്ന കണ്ടേ, നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം ഒരുപാട് പേര് ചൂണ്ടയിട്ട് നിപ്പുണ്ട്. എന്നാലും ഒരു പ്രതീക്ഷയല്ല, മീൻ കിട്ടും. നമ്മൾ തന്നെ പിടിച്ച മീൻ കിട്ടുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ, അല്ലേ? മറ്റൊരാൾ പിടിച്ച മീൻ മേടിക്കുന്നതിനെക്കാട്ടി. അങ്ങനെ ഞാൻ ഇന്ന് ഈ മൈദയുടെ ഒക്കെ അപ്പമാണ് കൊണ്ടുവന്നത് കേട്ടോ. സാധാരണ മാവ് കൊണ്ടുവന്നാണ് ഇടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കുഞ്ഞില് ഞാൻ മീനൊക്കെ പിടിക്കുന്നത് ഇതുപോലെ ഗോതമ്പിന്റെ മൈദയുടെ ഒക്കെ അപ്പം ഇട്ടാണ്. അപ്പൊ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഞാൻ ഓർത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയാലും കുഴപ്പമില്ല, ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വെച്ചിട്ട് മീൻ കൊടുത്തേക്കാണ്. അങ്ങനെ അപ്പൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ തസ്മീറാണ് ആദ്യം ചൂണ്ട ഇടാൻ വേണ്ടി നിൽക്കുന്നത്.
കശ്മീരിന് പിന്നെ കോട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാ വന്നത്. ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ. എന്തായാലും നല്ല ആഴത്തിലാണ് ഉണ്ടാ, വെള്ളം അത്രയ്ക്കുണ്ട് കേട്ടോ. നമ്മള് സാധാരണ ചൂണ്ടയൊക്കെ ഇടുമ്പോഴത്തേക്ക് നൂലിന് ഇത്രയും ആവശ്യമില്ലായിരുന്നു. ഇത് നൂല് പോലും കാണാൻ വയ്യാത്ത രീതിയിൽ താന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് മീൻകെട്ടല് കുറവായിരിക്കും. കാരണം കശ്മീർ കുറച്ചു നേരമൊക്കെ ട്രൈ ചെയ്തിട്ട് കശ്മീരിന് അത്ര ക്ഷമയൊന്നുമില്ല. ഈ മീൻ പിടിക്കാനേ ഒരു ക്ഷമയൊക്കെ വേണമെന്നേ. പെട്ടെന്ന് വാ, ദേ വാ, ദാ പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി സാർ പറയുന്ന പോലെ, മറ്റേ ഓഡീഷന് പറയുന്ന പോലെ പറഞ്ഞാലൊന്നും ഇവിടെ മീൻ കിട്ടത്തില്ല. ഇവിടെ മീൻ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമിച്ചിട്ട് നിൽക്കണം. ആദ്യം നമ്മൾ ഇട്ട ഉടനെയൊന്നും കിട്ടത്തില്ല. അത് വല്ലപ്പോഴും വല്ല ഭാഗ്യത്തിന് കിട്ടിയാലേ ഉള്ളൂ. കുറച്ച് നേരം നിന്ന് നമ്മളിങ്ങനെ നിൽക്കണം. അപ്പൊ നിന്ന് കഴിയുമ്പോ കുറച്ച് ക്ഷമയൊക്കെ കിട്ടി കഴിയുമ്പോ പിന്നെ തുടരെ മീൻ കിട്ടാൻ തുടങ്ങും. ഇടയ്ക്ക് തെറ്റി പോകണ്ട. എന്തായാലും എന്റെ ഒരു ആഗ്രഹമാണ് വലിയൊരു കരിമീനെ പിടിക്കണമെന്ന്. അപ്പോഴത്തേക്ക് ഇതുവരെയായിട്ട് സത്യം പറയാറില്ല, കള്ളം പറയല്ല, ഒരു വലിയ കരിമീനെ എനിക്ക് കിട്ടിയിട്ടില്ല. കുഞ്ഞിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്നൊന്നും മതി. അത് മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്റെ ഫാദറിന്റെ നാടാ, കായംകുളം കഴിഞ്ഞ. അവിടെ ഇഷ്ടംപോലെ മീനെ തോട്ടിലും കായലിലും ഇതിലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ കഥയൊക്കെ പറയുമ്പോ ഒരത്തെ പറയാ ഞാൻ പുളുവടിക്കാന്ന് പറയും. എന്തിനാണ് വെറുതെ അത് കേൾക്കുന്നതെന്ന് ഓർത്ത് മിണ്ടായിരിക്കുവാണ് കേട്ടോ. എന്തായാലും ഇവിടുന്നൊന്നും ഞാൻ വലിയ കരിമീനൊന്നും പിടിച്ചിട്ടില്ല. എന്തായാലും ഒരു ദിവസം ഞാൻ പിടിക്കും. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും കരിമീനെ കിട്ടും എന്ന് പറഞ്ഞാണ് ഞാൻ ഇടുന്നത്. ഒരു ദിവസം കിട്ടുമ്പോ ഞാനങ്ങോട്ട് അങ്ങ് ആഘോഷിക്കും കേട്ടോ. നല്ല മഴ, പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ്, നല്ല മഴയാണല്ലോ ബ്ലൂസ്. അതിശക്തമായ മഴയിൽ നമ്മൾ നിന്ന് മീനെ പിടിക്കാൻ വേണ്ടി നമ്മള് ട്രൈ ചെയ്യുവാണ്. വന്നപ്പോ ഇത്ര മഴയില്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ശക്തിയായ മഴയാണ്. അന്നേരം രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് എവിടെയും പെട്ടെന്ന് ഓടി ചെല്ലാൻ പറ്റത്തില്ല. ശരിക്കും മീനുണ്ട്. ഒരുപാട് മീൻ നമ്മളെ പറ്റിച്ച്. ഇപ്പോഴും മീനെ ബബ്ലൂസ് മീനെ പിടിക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങള് പോവുകയാണല്ലോ ബബ്ലൂസ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.